Good morning, dears. Here we are again with the textbook Crossing the Borders Malayalam Literature in English Translations. Today we will discuss the last chapter from the textbook, that is The Days of Honor and Humiliation, written by Nitya Chaitanya Yati. This is a small part taken from his autobiography, Nitya Chaitanya Yati's autobiography, that is Yati Charita. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് വലിയൊരു ഡിസ്കഷൻ ഒന്നും ഈ ഒരു ചാപ്റ്ററിൽ ഇല്ല. സോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളല്ലേ ഒരു സ്റ്റാൻഡ് എടുത്താൽ നമ്മൾ ജീവിതത്തിലല്ലേ ഒരു തീരുമാനം എടുത്താൽ എന്താണ് അതുമായിട്ട് ഉറച്ചു മുന്നോട്ട് പോകാനുള്ള ഒരു ഗട്സ് ഉണ്ടാവണം. സോ ആ ഒരു കാര്യമാണ് പറയുന്നത്. സോ അല്ലാതെ എന്ത് ചെയ്യരുത്, അല്ലെ കാല് വാരി ഇടയ്ക്ക് അവനവൻ്റെ അല്ലെ ഐഡിയ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റരുത് എന്നുള്ളതാണ്. സോ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള തൻ്റെ ഇടവും കാണിക്കണം എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് യതിയുടെ ലൈഫിൽ അങ്ങനെ ഒരു കാര്യം അല്ലെ അദ്ദേഹം പറയുന്നത്, തൻ്റെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സ്മോൾ സിറ്റുവേഷൻ ഇൻസിഡന്റ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. സോ നമുക്ക് ആദ്യം കോണ്ടെക്സ്റ്റ് വായിക്കാം. സോ ടേക്ക് പേജ് നമ്പർ 199, 199 എടുക്കുക. Here you can see the context. Let's read it. Guru Nitya Chaitanya Yati was born in 1923 and passed away in 1999. He was born as K.R. Jayachandra Panikar at a Vakayar in Pathanamthitta. Was an Indian philosopher, author and poet, best known for his commentaries on Advaita Vedanta and literary criticism. സോ ഒരു ലിറ്റററി ക്രിട്ടിക്കാണ്, ഫിലോസഫറാണ്, പിന്നെന്താണ് കവിയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ ഫേമസ് ആണ്. ആര്? ഗുരു നിത്യ ചൈതന്യ യതി പത്തനംതിട്ടയിലാണ് ജനിച്ചത്. ഗുരു നിത്യ പബ്ലിഷ്ഡ് ഓവർ 120 books in Malayalam and 80 books in English on philosophy, psychology, social ethics and aesthetics. സോ അദ്ദേഹം പലതരം ടൈപ്പ് ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫിലോസഫിയും അല്ലെ എസ്തെറ്റിക്സ്, അതായത് സൗന്ദര്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അല്ല കാര്യങ്ങളും ഒക്കെയും. ഹിസ് ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് കുമാരനാശാൻസ് നാളിനി titled Nalini എന്ന കാവ്യശില്പം fetched him the Kerala Sahitya Akademi Award for Literary Criticism in 1977. സോ നളിനി എന്ന കാവ്യശില്പം എന്ന വിമർശന ഗ്രന്ഥത്തിന് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയിട്ടുണ്ട്. His autobiography, that is titled The Love and Blessings, is a blend of the fascinating account of his eventful life, his unique perceptions into human interactions, and his profound understanding of spiritual and religious traditions. സോ അദ്ദേഹത്തിന്റെ ആത്മകഥയെ എന്താണ് അല്ല വളരെ സംഭവബഹുലമായ കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ അല്ലെ എന്താണ് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ജീവിതത്തോടുള്ള അല്ലെ ഒരു ഋഷിവര്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു ലൈഫ്, പിന്നെ മനുഷ്യൻ തമ്മിലുള്ള ഇടപെടലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വർക്കുകളാണ് യതിചരിതം, ഒരു വിമോചന സാമൂഹ്യ ശാസ്ത്രം, ദേശാടനം, ട്രാൻസ്ലേഷൻ ഓഫ് ഹെർമൻ ഹെസെ's വാൻഡ്രി. സോ ഹെർമൻ ഹെസെ എന്ന് പറയുന്ന ജർമ്മൻ റൈറ്റർ. സോ അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിന്റെ ട്രാൻസ്ലേഷൻ ആണ്. മെഡിറ്റേഷൻസ് ഓൺ ദ സെൽഫ്, മാർക്സിസം ആൻഡ് ഹ്യൂമനിസ്റ്റ് നൊനാറ്റി എറ്റ്സെട്ര ആർ സം ഓഫ് ഹിസ് മോസ്റ്റ് പ്രോമിനന്റ് വർക്ക്സ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയ വർക്ക്സ്. Born in a small rural village in South India, Yati was destined to embrace, embody, and illuminate a vast world of human aspiration and attainment. സോ എന്താണ്, ഒരു ചെറിയ കുടുംബത്തിലാണ് ജനിച്ചത്. സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ല, പത്തനംതിട്ടയാണ് ഉദ്ദേശിച്ചത്, കേരള. Yati was destined to embrace, embody, illuminate a vast world of human aspirations and attainment. മനുഷ്യന്റെ അല്ലെ ആ ഒരു
ആസ്പിറേഷൻസിൽ ആഗ്രഹങ്ങളും നേടിയെടുക്കലും. സോ അതിനെയൊക്കെ പറ്റി എന്താ ചെയ്യുക, വ്യത്യസ്തമായ തലത്തിൽ ആലോചിക്കുകയും അതിലൂടെ അല്ലെ പലതരത്തിൽ അതൊക്കെ കണ്ടും അനുഭവിച്ചും ഒക്കെയുള്ള ഒരു തരം എഴുത്തൊക്കെയാണ്. After matriculation, Guru left home as a wandering mendicant to familiarize himself with the land and the people of his country. Matriculation means college education. സോ കോളേജ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ ശേഷം ഒരു മെൻഡിക്കൻ്റ് ആയിട്ട് നടന്നു. മെൻഡിക്കൻ്റ് പറഞ്ഞാൽ ബെഗർ ആണ്. ഒരു ബെഗർ പോലെ നടന്നു അദ്ദേഹം. എന്തിന്? തൻ്റെ നാട്ടിലെ അല്ലെ രാജ്യത്തെ ആളുകളുടെ അവസ്ഥ ഒക്കെ അല്ലെങ്കിൽ ജീവിതം അല്ലെ കണ്ട് പഠിക്കാനാണ്, മനസ്സിലാക്കാൻ. 1947 he joined UC College Aluva and earned a graduate degree in philosophy. So 1947 അദ്ദേഹം അല്ലെ ഒരു ഫിലോസഫിയിൽ ഡിഗ്രി എടുക്കുന്നത് ആലുവയിൽ വെച്ച് UC കോളേജിൽ. After specializing in philosophy and psychology from the University College, Yati was influenced by Ramana Maharshi and took up a sannyasa in 1951. അതിനുശേഷം അല്ലെ എന്താണ് ഫിലോസഫിയും സൈക്കോളജിയും പഠിച്ച ശേഷം രമണ മഹർഷിയുടെ അല്ലെ ആ ഒരു ഋഷി ജീവിതം കണ്ട് അദ്ദേഹം അതിലേക്ക് ആകർഷിതനായി. സോ അങ്ങനെ സന്യാസം സ്വീകരിച്ചു 1951. Guru Nitya accepted Nataraj Guru, that is disciple of Srinarayana Guru, as a spiritual preceptor, and after Nataraj Guru left his body in 1973, he functioned as the head of the Narayana Gurukula. എന്താണ് നടരാജ ഗുരു, അതായത് ശ്രീനാരായണ ഗുരുവിന്റെ ഡിസൈപ്പിൾ ആണ്, ഫോളോവർ ആണ് ആരെ? നടരാജ ഗുരു. സോ അങ്ങനെ നടരാജ ഗുരുവിന്റെ കീഴ് എന്താണ് അദ്ദേഹത്തിന്റെ ഡിസൈപ്പിളായിട്ട് നിത്യ ചൈതന്യ വരികയാണ്. ഒരു സ്പിരിച്വൽ പെർസെപ്റ്ററായിട്ട് നിത്യ ചൈതന്യ അക്സെപ്റ്റ് ചെയ്യുന്നത് നടരാജ ഗുരുവിനെയാണ്, ഒരു എന്താ പറയുക ആത്മീയ വീക്ഷകനായിട്ട്. ബട്ട് എന്നിട്ട് നടരാജ ഗുരു അല്ലെ എപ്പോഴും മരിച്ചു, ലെഫ്റ്റ് ഹിസ് ബോഡി ഇൻ 1973. അപ്പോൾ അല്ലെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി അല്ലെ ഈ നിത്യ ചൈതന്യം ഏറ്റെടുക്കുകയാണ്. ഹെഡ് ഓഫ് നാരായണ ഗുരുകുല. Throughout his life, he has been instrumental in sustaining Narayana Guru's legacy as the eradicator of caste discriminations and emancipator of women, as well as interpreting his unsurpassed mystical visions for the modern seeker of truth. സോ അല്ലെ ജീവിതകാലം മുഴുവൻ എന്താണ് നാരായണ ഗുരുവിന്റെ ആ ഒരു മിഷൻ അല്ലെ ലെഗസി അതെടുത്തു എന്തേ കാസ്റ്റ് ഇല്ലാണ്ടാക്കുക എന്നുള്ള അല്ലെ ആ ഒരു പ്രവൃത്തിയിൽ നിത്യ ചൈതന്യയും പങ്കെടുത്തു. അദ്ദേഹം അല്ലെ നാരായണ ഗുരുവിന്റെ ആ ഒരു ആശയം ജീവിതത്തിലുടനീളം പാലിച്ചു. പിന്നെ എന്താണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ തൻ്റെ അല്ലെ എന്താണ് ആ ഒരു മിസ്റ്റിക് ലൈഫ് ഉണ്ടല്ലോ, അത് ആധുനിക ലോകത്തിന് വേണ്ടി അദ്ദേഹം പല പുസ്തകങ്ങളിലൂടെയൊക്കെ ഷെയർ ചെയ്തു. He was associated with the Indian Council of Medical Research as the head of the Department of Yoga and with the East West University, of which he was the founder chairperson. പിന്നെ പലതരം അല്ലെ എന്താണ് ആളുകളുമായും സംഘടനകളായൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ യോഗ എന്ന് പറയുന്ന അല്ല ആ ഒരു മെഡിസിനൽ പ്രാക്ടീസിന്. പിന്നെ വെസ്റ്റ് അല്ലെ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തു. ഗുരു നിത്യ അറ്റൈൻഡ് മഹാസമാധി on May 14th, 1999 at Fernhill, Ooty. സോ അദ്ദേഹം അല്ലെ എപ്പാണ് മരണപ്പെട്ടത്? 1999. Days of Honor and Humiliation is an extract from Yaticharitam, in which Guru recounts his experiences as the member of Student Federation and the strike organized by the Student Federation leaders to voice the demands of the students of the government and the university. സോ എന്താണ് ഡേയ്സ് ഓഫ് ഓണർ ഹ്യൂമിലേഷൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നെടുത്ത ഒരു കാര്യമാണ്. സോ അല്ലെ അദ്ദേഹത്തിന്റെ കോളേജ് ഡേയ്സിൽ എങ്ങനെ ഒരു ഉറച്ച നിലപാടിൽ നിന്നുകൊണ്ട് അല്ലെ, കാരണം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അതാണ് അല്ലെ, തന്റെ നിലപാടുകളിൽ ഉറച്ചുകൊണ്ടുള്ള ഒരു
ജീവിതം, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തലല്ല. മറ്റുള്ളവരല്ല എങ്ങനെ പകുതിക്ക് കാല് വാരിയാലും അല്ലെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. സോ അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ വലിയൊരു ഡിസ്കഷനോ ഇങ്ങനെയുള്ള അല്ലെ വലിയ ഒരു സാഹിത്യപരമായിട്ട് പിഴിഞ്ഞെടുക്കേണ്ട കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് വായിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഗൈഡഡ് സെൽഫ് സ്റ്റഡിയാണ്. സോ ഞാനിത് വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഐ ടേക്ക് ദി പെയിൻ ഇൻ ഡൂയിങ് ദിസ്. സോ ഇതിലെന്ത് പറയുന്നത്, അതായത് പഴയ നമ്മുടെ +2 സിസ്റ്റം ഉണ്ടല്ലോ, പഴയ +2 അല്ല PDC എന്നാണ് പറയുക. അതായത് അപ്പോഴും എന്താണ് +2 എന്ന് പറയുന്ന ഇത് കോളേജ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തതായിരുന്നു. 10th കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കോളേജ് ആണ്, +2 എന്ന് പറയുന്ന സ്കൂളല്ല. സോ കോളേജുമായിട്ടായിരുന്നു അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു +2 സംവിധാനം. സോ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാലല്ലേ നമ്മൾ എന്താണ് ഒരു കൂട്ടം പേപ്പേഴ്സ് ആണ് ഒരു ഗ്രൂപ്പായിട്ട് കണക്കാക്കുക. സോ ആ ഒരു പേപ്പറിൽ തോറ്റാൽ പോലും എന്താണ് ആ പേപ്പേഴ്സിൽ മുഴുവനും തോറ്റു. നിങ്ങൾ എന്ത് ചെയ്യണം, 5 പേപ്പറിന്റെ 5ഉം എഴുതണം. ആ ഒരു ഒറ്റ തോറ്റ പേപ്പർ മാത്രം എഴുതിയാൽ പോരാ. സോ ആ ഒരു സംവിധാനം ഇല്ലാണ്ടാക്കുക. പിന്നെന്താണ്, പേപ്പറിൽ തോറ്റ ആൾക്കാർക്ക് അല്ലെ സെപ്റ്റംബറിൽ ഒരു പരീക്ഷ ഗവൺമെന്റ് നടത്തുക. കാരണം ഒരു വർഷം മുഴുവൻ ഇവർക്ക് വേസ്റ്റ് ആവുകയാണ്. സോ അത് ഒഴിവാക്കാനായിട്ട് ഒരു പരീക്ഷ ഇടയ്ക്ക് വെച്ച് നടത്തിയാലല്ലേ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് പാസ്സാവാം, അല്ല അവരുടെ വർഷം വേസ്റ്റ് ആവില്ല, ഇയർ വേസ്റ്റ് ആവില്ല. സോ അങ്ങനെ 2 കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അല്ലെ ഈ ആള് നമ്മുടെ യതിയും കുറച്ച് ആൾക്കാരും കൂടി അല്ലെ ഗവൺമെന്റിന് നേരെ പ്രതിഷേധം അറിയിക്കാനായിട്ട് അല്ലെ തീരുമാനിച്ചു. അത് നടപ്പിലാക്കി, അതിൽ വിജയിച്ചു. അപ്പോൾ ഉണ്ടായ ആ ഒരു ഓണർ ആൻഡ് ഹ്യൂമിലിയേഷൻ, അതാണ് ഇവിടെ പറയുന്നത്. സോ ഹ്യൂമിലിയേറ്റഡ്, അതായത് എങ്ങനെ അല്ല ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന് മുന്നേറിയതിന്റെ പേരിൽ സഫർ ചെയ്തു, ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടു. ബട്ട് എല്ലാം കഴിഞ്ഞ് കാര്യം രണ്ടും നേടിയെടുത്ത ശേഷം ഇന്നത്തെ അല്ലെങ്കിൽ എന്താണ് പലർക്കും ഒരു പേപ്പറിൽ തോറ്റിട്ടുണ്ടെങ്കിൽ 5-6 പേപ്പർ എഴുതി എടുക്കേണ്ടി വരുമായിരുന്നു. ബട്ട് അതൊക്കെ ഇല്ലാണ്ടാക്കിയത് എങ്ങനെ എന്ന് അതിൽ പിന്നീട് തോന്നിയാൽ എന്താണ് അഭിമാനം, അതൊക്കെയാണ് പറയുന്നത്. നമുക്ക് ചാപ്റ്റർ വായിക്കാം. ജസ്റ്റ് വായിച്ചു വരാനേ ഉള്ളൂ. ടേക്ക് പേജ് നമ്പർ 196, 196 എടുക്കുക. നോക്ക് മേലെ നോക്ക്, ഒരു ജെയിം കൊയ്റ്റ്സിന്റെ ഒരു കോട്ട് തന്നിട്ടുണ്ട്. ഒരു റൈറ്ററാണ്. ഓൾ ഓട്ടോബയോഗ്രാഫി ഈസ് സ്റ്റോറി ടെല്ലിംഗ്, ഓൾ റൈറ്റിംഗ് ഈസ് ഓട്ടോബയോഗ്രാഫി. അതാണ് പറഞ്ഞത് അല്ലെ. എല്ലാ എഴുത്തും എന്താണ്, ഓട്ടോബയോഗ്രാഫി ആണ്. സോ കാരണം എഴുത്തുകാരന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അവന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ജീവിച്ചു വരുന്ന ലെറ്റേഴ്സിൽ നിന്നുണ്ടാകുന്നതാണ്. സോ അത് എന്താണ്, അവന്റെ ആത്മകഥ തന്നെയാണ്. സോ ആത്മകഥയിൽ നിന്ന് ഓട്ടോബയോഗ്രാഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാട്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തത്. നോക്കാം. ഡേയ്സ് ഓഫ് ഓണർ ആൻഡ് ഹ്യൂമിലിയേഷൻ, നിത്യ ചൈതന്യ യതി. അവിടെ ഇയർ എഴുതുക, ഹ്യൂമിലിയേഷൻ 1984, നിത്യ ചൈതന്യ യതി 1924 to 1999. It was during the last senior intermediate examinations that the student federation leaders planned a strike to raise before the government and the university 2 major demands. So our 2 major demands ആണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്? പാർട്ട് സിസ്റ്റം ആൻഡ് സെപ്റ്റംബർ എക്സാം സിസ്റ്റം. സോ പാർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, 1ൽ തോറ്റാൽ അത് മാത്രം എഴുതി പാസ്സാവുക, അല്ലാണ്ട് 5 പേപ്പറും ഒപ്പരം എഴുതണ്ട. പിന്നെ സെപ്റ്റംബർ എക്സാം സിസ്റ്റം പറഞ്ഞാൽ ഈ ഒരു ഏതെങ്കിലും ഒരു പേപ്പറിൽ തോൽക്കുന്ന ആൾക്ക് സെപ്റ്റംബറിൽ മാസത്തിൽ അതിനൊരു എക്സാം, ഈ പരീക്ഷ പോലെ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാം വെക്കുക. സോ എന്താണ്, ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് സീനിയർ ഇന്റർമീഡിയറ്റ് എക്സാം. ഇന്റർമീഡിയറ്റ് പറഞ്ഞാൽ ഇവിടെ ഹയർ സെക്കൻഡറി ആണ് ഉദ്ദേശിച്ചത്. That the Students Federation leaders planned a strike. So Student Federation leaders ഈ ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരു സ്ട്രൈക്ക് ഒരു സമര കാര്യം പ്രഖ്യാപിച്ചു. We expected that our organizational strength could very well be demonstrated through the protest march.
നമ്മുടെ ആ ഒരു സംഘടനാ ശക്തി അല്ലെ, ഒരു പ്രൊട്ടസ്റ്റ് മാർച്ചിലൂടെ എന്ത് ചെയ്യാം, നമുക്കല്ല അറിയിക്കാം എന്നൊക്കെയുള്ള ഇതും അല്ല എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതും നമ്മൾ പ്രതീക്ഷിച്ചു. In those time, the party system had not been introduced for intermediate examinations. സോ എന്താണ്, ആ സമയത്ത് പാർട്ടി സിസ്റ്റം ഇല്ല അല്ലെ. ഞാൻ പറഞ്ഞു ഒരു പേപ്പറിൽ തോറ്റാൽ മുഴുവൻ അല്ലെ പേപ്പേഴ്സും ആ ഒരു എന്താണ് ഇയറേ തോറ്റതായിട്ട് കണക്കാക്കും. A student who fails in just one subject was considered to have failed in total. സോ എന്താണ്, ഒരു സ്ത്രീയിൽ തോറ്റാലും അല്ലെ അത് മുഴുവനായിട്ടും അല്ലെ, ടോട്ടോ പറഞ്ഞാൽ ടോട്ടൽ എന്നാണ്, ആസ് എ ഹോൾ മുഴുവനിലും തോറ്റതായിട്ട് കണക്കാക്കും. One of our demands was to implement a party system for intermediate examinations so that students get an opportunity to write only those failed subjects and clear the examinations. സോ എന്താണ്, പാർട്ടി സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. Invariably, all our governments have confronted student agitations in a very similar manner. എന്താ പറയുന്നത്, ഇൻവാരിയബിളി അല്ലെ, അതായത് ഓൾവേസ് അല്ലെങ്കിൽ എവറി ടൈം, ഓൾവേസ് അല്ലെ ഗവൺമെന്റ് എന്താണ് സ്റ്റുഡൻസിന്റെ ഇങ്ങനെയുള്ള ആങ്സൈറ്റീസ് അല്ലെ അജിറ്റേഷൻസ് ഒക്കെ അതിന് നേരെ അല്ലെ ഒരേ ആറ്റിറ്റ്യൂഡാണ് പുലർത്തിയത്. സ്റ്റുഡൻസിന്റെ അല്ലെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിഷേധത്തെ അല്ലെ എന്ത് ചെയ്യുക, അടിച്ചമർത്തുന്ന ആറ്റിറ്റ്യൂഡൊക്കെ ആയിരിക്കും. ഫോർ ദ ഗവൺമെന്റ് ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് ഓണർ ആൻഡ് ദ പോളിസി വാസ് ദാറ്റ് നോ ഡിമാൻഡ് ബി അക്സെപ്റ്റഡ് അൺലെസ് ദ സ്റ്റുഡൻസ് ടേക്ക് ടു ദി സ്ട്രീറ്റ്സ്. സോ ഗവൺമെന്റ് എപ്പോഴും എന്താ ചെയ്യുക അല്ലെ, സ്ട്രൈക്ക് ചെയ്യുന്നത് വരെ അല്ലെ ഒരു കാര്യവും നടത്തി കൊടുക്കില്ല. സോ എന്തെങ്കിലും നടക്കണ്ടെങ്കിൽ നമ്മളല്ലേ കുട്ടികൾ റോഡിൽ ഇറങ്ങണം എന്നുള്ള അവസ്ഥയാണ്, അല്ലെങ്കിൽ അത് ഗവൺമെന്റ് അവഗണിക്കും. In a view of this, we gave intimations to the authorities warning them that we would carry on with the agitation if our demands are not as accepted. So ഈ രണ്ട് ഡിമാൻഡ്സും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളൊരു സ്ട്രൈക്ക് അല്ലെ നടത്താൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ ഗവൺമെന്റിനെയും അല്ലെ അറിയിക്കേണ്ട ആൾക്കാരെയും അറിയിച്ചിരുന്നു. We organized campaigns across colleges while exams were nearing. സോ നമ്മൾ എന്ത് ചെയ്തു, എക്സാം വരുന്ന സമയത്ത് പല കോളേജിലും കയറി ക്യാമ്പയിൻ നടത്തി അല്ലെ ഇങ്ങനെ ഒരു പ്രതിഷേധം, അതായത് എക്സാം എന്ത് ചെയ്യുക, ബങ്ക് ചെയ്യുക, നമ്മളല്ല എക്സാമിൽ നിന്നും ബോയ്ക്കോട്ട് ചെയ്യുക അല്ലെ, നമ്മൾ എഴുതാതെ എന്ത് ചെയ്യുക, പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതായിരുന്നു പരിപാടി. I was experiencing a great amount of anxiety because I was quite sure that if I could write the exams, I would definitely come out with flying colors. സോ എനിക്കല്ലേ ഭയങ്കര മനോസംഘർഷം അല്ലെ, എനിക്കൊരു ആങ്സൈറ്റി അല്ലെ, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താണ്, he was of course a very good student അല്ലെ, because of that fact he really wanted to give the exam and get out from the exam with flying colors. അല്ലെ നല്ല പാസ് മാർക്ക് വാങ്ങി, ഫ്ലൈങ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ അല്ലെ നല്ല ഉന്നത വിജയം നേടി പുറത്തു വരാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് അറിയാമായിരുന്നു. എന്നിട്ടുമല്ലേ എന്ത് ചെയ്തു, എല്ലാവർക്കും അല്ലേ വേണ്ടി അദ്ദേഹം ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. പക്ഷെ എന്താണ്, അവസാന നിമിഷം മറ്റുള്ളവർ കാലുവാരി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത് അല്ലെ, ഒരു സ്റ്റാൻഡിൽ നിന്നാൽ അതിൽ അല്ലെ ഉറച്ചു നിൽക്കണം അല്ലെ എന്നുള്ളത് കാര്യം പറയുന്നത്. ജീവിതത്തിൽ നമുക്ക് അതാണ് വേണ്ടത് അല്ലെ, എന്തിലെങ്കിലും ഉറച്ചു നിൽക്കാനുള്ള ഒരു തന്റെ ഇടം. All the same, in a public meeting, I took oath along with Isaac Thomas and Stewart to boycott the exams. So അല്ലെ ഇസാക് തോമസിന്റെയും സ്റ്റീവാർട്ടിന്റെയും കൂടെ ഞാനും അല്ലെ എന്ത് ചെയ്തു, ഒരു ശപഥം എടുത്തു അല്ലെ, എക്സാം ബോയ്ക്കോട്ട് ചെയ്യുക. എക്സാം എഴുതുന്ന സമയത്ത് അല്ലെ എന്ത് ചെയ്യുക, പരീക്ഷ പേപ്പർ അവിടെ വെച്ചിട്ട് പുറത്തു വരാം. It was the first day of examination. We had decided to quit the hall 10 minutes after the commencement of the exam, shouting slogans and a unison. സോ എന്താണ്, എക്സാമിന്റെ ആദ്യ ദിവസമായിരുന്നു അല്ലെ, നമ്മൾ തീരുമാനിച്ചത് പ്രകാരം എന്താണ്, പരീക്ഷ തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞാൽ അല്ലെ, കമൻസ്മെന്റ് പറഞ്ഞാൽ തുടങ്ങുക എന്നുള്ളതാണ്, ബിഗിനിങ്. പരീക്ഷ തുടങ്ങി അല്ലെ 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അല്ലെ ഒരുമിച്ച്, യൂണിസൺ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചാണ്, വിത്ത് യൂണിയൻ അല്ലെ, ഈ ഒരുമിച്ച് പുറത്തിറങ്ങുക എന്നുള്ളതായിരുന്നു. I couldn't but turn a blind eye to the perturbed expressions of the students, especially girls. അല്ലെ എന്താണ്, എനിക്ക് അല്ലെ കണ്ടില്ലെന്ന് നടിക്കാനേ പറ്റിയുള്ളൂ അല്ലെ. ഈ പഴയ ഗേൾസ് എപ്പോഴും അല്ലെ ഭയങ്കര എക്സാം അല്ലെ എഴുതാൻ ആയിട്ട്
ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. സോ അവരുടെ ആ ഒരു ആങ്സൈറ്റി ഒക്കെ കണ്ടില്ലെന്ന് വെക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. Though they had agreed to cooperate with us, I was quite apprehensive if it would actually materialize. സോ അല്ലെ ഗേൾസും അല്ലെ കുറെ ആൾക്കാരൊക്കെ ഓക്കെ അല്ലെ ഓത്ത് എടുക്കുന്ന സമയത്ത് അല്ലെ ഓക്കെ പറഞ്ഞിരുന്നു. ബട്ട് എന്താണ് ഗേൾസ് അല്ലെ എപ്പോഴും പേപ്പർ കിട്ടിയ അവരെന്ത് ചെയ്യും, പലപ്പോഴും അല്ലെ ഉടനെ എഴുതാൻ തുടങ്ങും. ഞാൻ അല്ലെ ഈ ലോകത്തേ ഇല്ല എന്നുള്ള, ഒന്നും കാണുന്നില്ല എന്നുള്ള അവസ്ഥയിൽ അങ്ങനെയുള്ള ഒരു ഐഡിയ അല്ലെ പ്രട്ടൻഷനിൽ അവരെ അങ്ങ് എഴുതി തീർക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനല്ലേ അത് മെറ്റീരിയലൈസ് ആവുക അല്ലെ, അത് നടപ്പിലാകുമോ അല്ലെ, ഈ ഗേൾസ് അല്ലെ അഗ്രി ചെയ്തത് അവര്, കാരണം ഗേൾസ് അല്ലെ എന്താണ് പേപ്പർ കിട്ടിയാൽ അത് എഴുതുമെന്നുള്ളതാണ്. Professor Aruma Mundam Ayyanka and Professor Kuttipura, whom we have great regard for, entered the hall as invigilators on duty. So invigilators ആയിട്ടല്ലേ അവിടെ പരീക്ഷയ്ക്ക് നേതൃത്വം നൽകാനായിട്ട് വന്നിട്ടുള്ളത് എക്സാം ഹാളിൽ അല്ലെ, അത് അവർ യതി ഒരുപാട് ബഹുമാനിക്കുന്ന രണ്ട് ആൾക്കാരാണ്. I knew that it would be really impossible to disobey both of them. So എന്താണ് എനിക്കല്ലേ അവരോടുള്ള ബഹുമാനം കാരണം അവരെ അല്ലെ എന്താണ് അനുസരിക്കാതിരിക്കുക അല്ലെ, എന്നിട്ട് പ്രതിഷേധിച്ച് ഇറങ്ങുക എന്ന് പറയുന്നത് അല്ലെ അതിലും വലിയ ഒരു സ്ട്രെസ് ആണ്. As I received the question paper, I went through it hurriedly and found that the questions were so simple for anyone to answer. So question paper എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് അല്ലെ ഫുൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇതൊക്കെ മറികടന്ന് അല്ലെ താൻ എടുത്ത ശബ്ദത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. I started getting jitters when I saw that those crackjacks in charge of the organization had begun answering the questions very enthusiastically. So എന്താണ് അല്ലെ ശബ്ദം എടുക്കാൻ മുന്നിട്ട് വന്ന അല്ലെ ആ ഒരു ക്രാക്ക് ജാക്സ് പറഞ്ഞാൽ ദ വെരി ഗുഡ് പീപ്പിൾ അല്ലെ, ആ ഒരു നല്ല ആൾക്കാരുണ്ടല്ലോ, അത് ഒരു മഹാൻ, നമ്മൾ ഒരു കളിയാക്കി പറയില്ലേ മഹാന്മാർ, അതാ ഉദ്ദേശിച്ചത്. സോ ഗെറ്റിംഗ് ജിറ്റേഴ്സ് പറഞ്ഞാൽ നെർവസ്നെസ് അല്ലെ, എനിക്ക് നെർവസ്നെസ് ആയി അല്ലെ, ആകെ കൂടി ടെൻഷനായി. കാരണം ഈ ശബ്ദം എടുക്കാൻ മുമ്പേ ഇട്ട് നിന്ന ആൾക്കാരൊക്കെയും എന്താണ് എക്സാം പേപ്പർ കിട്ടിയപ്പോൾ കാല് വാരി എഴുതാൻ തുടങ്ങി. I realized that I would be the only person to not write the exam and I started feeling ridiculous. So അല്ലെ ഇതിൽ ഉറച്ചു നിന്നാൽ ഞാൻ മാത്രമായിരിക്കും അല്ലെ ഒറ്റ ആള് എക്സാം എഴുതാണ്ട് അല്ലെ മണ്ടത്തരം ചെയ്ത ആള് എന്നുള്ളത് അല്ലെ എനിക്ക് റെഡിക്യുലസ് ആയി തീരും അല്ലെ, പരിഹാസ്യപരമാവും. Nevertheless, I decided to stand pat to my blood. So എന്താണ് എന്തിരുന്നാലും അല്ലെ ഞാൻ എൻ്റെ കാലിൽ ഉറച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. സ്റ്റാൻഡ് പാറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് ഫർമലി ടു അല്ലെ വൺസ് ഡിസിഷൻ, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. To step back from a solemn resolution I felt was an act of cowardice. So ഒരു എന്താണ് ഒരു സോലം അല്ലെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ അല്ലെ, റെസൊല്യൂഷൻ പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ആണ്. ഒരു സിൻസിയർ ആയിട്ടുള്ള അല്ലെ ഒരു തീരുമാനത്തിൽ നിന്നും അങ്ങനെ അല്ലെ എന്താണ് ഇടയ്ക്ക് വെച്ച് കാല് മാറുക എന്ന് പറഞ്ഞാൽ അല്ലെ അതെന്താണ്, ഇറ്റ്സ് എൻ ആക്ട് ഓഫ് കവാരൈസ്, ഒരു ഭീരുവിന്റെ ലക്ഷണമാണ് അല്ലെ. ഞാൻ ജീവിതത്തിൽ ധീരനാണ്. സോ അത് അല്ലെ എനിക്ക് ചേർന്നതല്ല. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുകയാണ്. Isaac Thomas was sitting next to me and I could very well see his answer sheet. So Isaac Thomas അല്ല എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, അവൻ്റെ ആൻസർ ഷീറ്റ് എനിക്ക് കൃത്യമായിട്ട് കാണാം. He had a sarcastic expression when I looked at him. So എന്താണ് ഞാൻ അവനെ നോക്കിയപ്പോൾ അല്ല അവൻ്റെ മുഖത്തൊരു സർക്കാസ്റ്റിക് അല്ലെ പരിഹാസ്യപരമായ ഒരു ഭാവമാണ്, എക്സാമിനോടുള്ള പരിഹാസ്യം. Pretending to write, he sketched the picture of a nude woman on the first page of the answer sheet and I jotted down in big letters a critical analysis of the question of prostitution. സോ എന്താണ് അവനല്ലേ എഴുതുമൊന്നും ആയിരുന്നില്ല, അവനും പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ അവൻ എന്ത് ചെയ്തു, എഴുതുന്നതിന് പകരം എക്സാം പേപ്പറിൽ ഒരു അല്ലെ നഗ്നയായ സ്ത്രീയുടെ ചിത്രം വരച്ചു വെച്ചു, എന്നിട്ട് എഴുതി വെച്ചു അല്ലെ എന്താണ് പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെ വേശ്യാവൃത്തി എന്ന ചോദ്യത്തിന്റെ ആ ഒരു വിമർശനപരമായ ഉത്തരം എന്ന് പറഞ്ഞിട്ട് അല്ലെ ആ ഒരു നഗ്നമായ സ്ത്രീയുടെ ചിത്രം അവൻ വരച്ചു വെക്കുകയാണ്.
I felt so relieved to see that at least Isaac Thomas stood by our word of promise. At least അല്ലേ ഇവനെങ്കിലും ഉണ്ടല്ലോ എന്ന് ഞാൻ സ്വയം ആശ്വസിച്ചു. We got up after 10 minutes but couldn't gather grit to shout slogans for our most venerable professors. നമ്മളല്ലേ എന്താണ് പുറത്തൊക്കെ ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. ബട്ട് അല്ലേ പ്രൊഫസേഴ്സിന്റെ മുമ്പിൽ വെച്ച് മുദ്രാവാക്യം വിളിക്കാനുള്ള ഗ്രിറ്റ് അല്ലെ, ഗ്രിറ്റ് പറഞ്ഞാൽ തന്റെ ഇടം അല്ലെ, ആ ഒരു തന്റെ ഇടം അല്ലെ തോന്നിയില്ല. Professor Kuttipura, who was known to be a revolutionist, came closer to me and whispered, "You guys have lost. So you would rather be seated for another 20 minutes and leave the hall after the first bell." So അദ്ദേഹം പറയാണെന്ത്, പ്രൊഫസർ കുട്ടിപ്പുഴ അദ്ദേഹവും ഒരു അല്ലെ വിപ്ലവകാരിയാണ്. സോ എന്ത് പറയാണ്, നിങ്ങളല്ലേ നിങ്ങളുടെ ഈ ഒരു ഉദ്യമത്തിൽ തോറ്റിരിക്കുന്നു അല്ലെ, സോ എന്ത് ചെയ്യാം അല്ലെ, തോറ്റത് സമ്മതിച്ചേക്ക്, വെറുതെ എന്തിനാ നാണം കെടണ്ട അല്ലെ, 20 മിനിറ്റ് പരീക്ഷ എഴുതിയിട്ട് എണീറ്റ് വനി എന്നുള്ള കാര്യം പറയാണ്. Isaac Thomas and I could not but obey him. So അല്ലെ ഇസാക് തോമസിന് എനിക്കും ഒബേ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. We gawked at those black legs who were so consciously writing the exam, and they looked back at us as if we were dunderheads. So നമ്മളല്ലേ എന്താണ് ഗോക്ഡ് പറഞ്ഞാൽ ഗോക്രറ്റ്, സ്റ്റെയർ ഓപ്പൺലി ആൻഡ് സ്റ്റ്യൂപ്പിഡ്ലി, എന്താണ് മണ്ടന്മാരായതുപോലെ നോക്കുക എന്നുള്ളതാണ്. സോ നമ്മളല്ലേ അവരെ നോക്കി. ബ്ലാക്ക് ലെഗ്സ്, ദോസ് ബ്ലാക്ക് ലെഗ്സ് പറഞ്ഞാൽ സ്ട്രൈക്ക് ബ്രേക്കേഴ്സ്, അതായത് നമ്മൾ സ്ട്രൈക്ക് എടുക്കാൻ തീരുമാനിച്ചിട്ട് അവസാനം കാല് വാരുന്ന ആൾക്കാർ, അവരാണ് ബ്ലാക്ക് ലെഗ്സ്. ഹു ആർ സോ കോൺഷ്യസ്ലി റൈറ്റിംഗ് ദ എക്സാം. സോ അവരെന്താണ് നമ്മളല്ലേ, നമ്മൾ വിഡ്ഢികളായതുപോലെ അവര് നമ്മളെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. As if we were dunderheads. Dunderheads പറഞ്ഞാൽ stupids. Half an hour later, me and Isaac left the hall. So അങ്ങനെ പ്രൊഫസേഴ്സ് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങിയുള്ളൂ. We started planning the further course of action and it decided to carry on with the agitation even as we appeared for the rest of the examinations. So നമ്മളല്ലേ ബാക്കിയുള്ള പരീക്ഷയ്ക്കൊക്കെ എത്തിയെങ്കിലും അല്ല എന്താണ് ഇത് വേറെ രീതിയിലല്ലേ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക ഈ സമരം എന്ന് തീരുമാനിച്ചു. If the authorities desire to put the PART system into practice, we need only appear for the English paper without awaiting a whole year. സോ എന്താണ് ആ ഒരു വർഷം മുഴുവൻ വേസ്റ്റ് ആക്കാണ്ട് അല്ലെ അതോറിറ്റി സമ്മതിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ഈ പാർട്ട് സിസ്റ്റം അല്ലെ ഏർപ്പാട് ഈ വർഷം മുതൽ അല്ലെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് എനിക്കല്ലേ ഒരു പേപ്പറേ എഴുതാനുള്ളൂ, ആദ്യത്തെ ആ ഒരു പേപ്പർ. സോ എന്താണ് ഒരു ആശ്വാസം ഉണ്ട് അങ്ങനെ. ബട്ട് എന്താണ് നമ്മളല്ലേ പ്രതിഷേധം പല വിധത്തിൽ അറിയിച്ചു എന്നുള്ളതാണ്. Another demand of ours was to offer a chance for those who fail in the other subjects to appear for the exams during the month of September. So എന്താണ് കുറച്ച് പേപ്പേഴ്സിലെങ്കിലും ഫെയിൽ ആവുന്ന ആൾക്കാർക്ക് സെപ്റ്റംബർ എക്സാം നടത്തുക അല്ലെ, വർഷം ഒരുപാട് വേസ്റ്റ് ആക്കാതെ സഹായിക്കുന്ന അല്ലെ നമ്മളെ ഒരു എക്സാം. Our strike gained more vigor as it got extended to other colleges under Travancore University. Travancore യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള അല്ല മറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും മറ്റ് കോളേജുകളിലെ സ്റ്റുഡൻസും അല്ലെ കോപ്പറേഷൻ ചെയ്തു പല വിധത്തിലും. Eventually, the authorities had to comply with the demands of the students. Party system and അവസാനമല്ല എന്താണ് അതോറിറ്റി അധികാരികൾക്ക് അല്ലെ കംപ്ലൈ വിത്ത് എന്ന് പറഞ്ഞാൽ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് അല്ലെ നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വന്നു അല്ലെ. അങ്ങനെ എന്ത് പ്രാവർത്തികമായി സെപ്റ്റംബർ എക്സാം സിസ്റ്റവും പാർട്ട് സിസ്റ്റവും. Part system and September exam systems came into being for the first ever time in the history of the university. So അല്ലെ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ അങ്ങനെ അല്ലെ പാർട്ടി സിസ്റ്റം നടപ്പാലാക്കപ്പെട്ടു. Consequently, me and Isaac got the opportunity to reappear for the English paper. So അതുകൊണ്ട് തന്നെ അല്ല എന്താണ് സെപ്റ്റംബർ മാസത്തിൽ അല്ലെ ഇംഗ്ലീഷ് പേപ്പർ എഴുതാനായിട്ട് നമുക്കും അവസരം കിട്ടി, വർഷം വേസ്റ്റ് ആയില്ല എന്നതാണ്. Anyhow, having lost
one full year owing to my political pursuits. My only aspiration was to reclaim it in spite of everything. So എന്താണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെ എന്തായാലും എൻ്റെ ഒരു വർഷം പിന്നെയും വേസ്റ്റ് ആയി. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താതെ ഇരിക്കാൻ അല്ലെ, അതായത് പിന്നീട് നഷ്ടബോധം തോന്നാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്തു? Instead of a BA, I decided to join for BA honors so that I would be able to complete post-graduation in 4 years by the time my friend complete the course in 5 years. So ഞാനല്ലേ BA എടുക്കാണ്ട് എന്ത് ചെയ്തു? BA ഓണേഴ്സ് എടുക്കാൻ തീരുമാനിച്ചു. സോ BAയും BA ഓണേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? BA എടുക്കുമ്പോൾ നമ്മളല്ലേ ഓരോ സബ്ജക്റ്റ് സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലേ അതെന്താണ് ഒരുപാടല്ലേ സബ്ജക്ട്സ്, മലയാളവും അതും ഇതും ഒക്കെ അല്ലെ ഡിഫറെൻ്റ് ആയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ടോപ്പിക് എടുത്താൽ എന്താണ് അത് മാത്രമേ പഠിക്കണ്ടൂ, അത് എന്താണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിക്കുകയാണ് BA ഓണേഴ്സിൽ. സോ സ്പെഷ്യലൈസേഷൻ ആണ്. സോ അത് എന്താണ് 4 വർഷം കൊണ്ട് PG കഴിയും സ്പെഷ്യലൈസേഷൻ ആയതുകൊണ്ട്. ഇവിടെയല്ല നമ്മൾ BA എടുക്കുകയാണെങ്കിലോ 3 വർഷം ഡിഗ്രി, പിന്നെ 2 വർഷം PG 5 വർഷം വേണം. സോ അങ്ങനെയല്ലേ അവർ 5 വർഷം കൊണ്ട് ചെയ്യുന്നത് ഞാൻ 4 വർഷം കൊണ്ട് ചെയ്തു. അങ്ങനെ ബാലൻസ് ആയി എൻ്റെ ഇയർ. Though we came out victorious in our protest to modify the basic pattern of university examination system, the difficulties we had to endure were enormous. So നമ്മൾ നേടിയെടുത്തെങ്കിലും നമ്മൾ ഇതൊക്കെ നേടിയെടുത്തെങ്കിലും എന്താണ് അതിലേക്കുള്ള വഴി ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. We had to endure പറഞ്ഞാൽ സഹിക്കുക, എനോർമസ് പറഞ്ഞാൽ ഒരുപാട് കുറെ സഹിക്കേണ്ടി വന്നു. I would rather not mention here the inhuman violations meted out to us by the police. സോ ഞാനല്ലേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പോലീസ് ഞങ്ങളോട് ചെയ്ത ആ ഒരു അതിക്രമത്തെ പറ്റിയൊന്നും വിവരിക്കുന്നില്ല. മെറ്റഡ് ഔട്ട് പറഞ്ഞാൽ ഗിവൺ എന്നുള്ളതാണ്, എന്തെങ്കിലും ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യം പോലീസ് ചെയ്ത അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ഫോർ ഹാവിംഗ് റിവോൾട്ടഡ് അഗൈൻസ്റ്റ് ദ ഗവൺമെന്റ് അതായത് ഗവൺമെന്റിനെതിരെ പ്രതിഷേധിച്ചതിൽ ആണ് അദ്ദേഹം പറയുന്നത്. It was so to speak a period of self-esteem, prejudice and humiliation. സോ എന്താ പറയുന്നത് അതൊരു എന്ത് പറഞ്ഞാൽ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, എന്താണ് പീരീഡ് ഓഫ് സെൽഫ് എസ്റ്റീം, സ്വയം ഒരു റെസ്പെക്ട് സെൽഫ് റെസ്പെക്ട് തോന്നിയ ഒരു നിമിഷങ്ങളാണ്. ബട്ട് എന്താണ് ഒരുപാട് അപമാനം സൈഡ് വഴി ഉണ്ടായി, എന്നാലും എന്താണ് കാര്യങ്ങൾ നേടിയെടുത്തു. ഇതിൽ ഓർമ്മിക്കുന്നത് 2 കാര്യങ്ങളേയുള്ളൂ. ആ ഒരു പാർട്ടി സിസ്റ്റം, സെപ്റ്റംബർ എക്സാം സിസ്റ്റം ഇങ്ങനെ കൊണ്ടുവന്നു ഇവര് എന്നുള്ളത്. സോ നമ്മളെ ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക, അത് നേടിയെടുക്കുക അതാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ ഉടനീളം കാഴ്ചവെച്ച വ്യക്തിയാണ് ആര്? ഗുരു നിത്യ ചൈതന്യ യതി. That's all this chapter. We will meet again in the next class to discuss the question and answers from this chapter.